ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏതൊരു കാഴ്ചയും കണ്ണാൽ കാണുന്ന മനോഹാരിതയിൽ പകർത്താൻ ഒരു ക്യാമറയ്ക്കുമാവില്ല. എവിടെ പോകുന്നു എന്നതിലല്ല, അരികിൽ ആരുണ്ട് എന്നതിലാണ് കാര്യം. പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായല്ലോ. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഒരു ചെറിയ യാത്രയിലേക്ക് പോവാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടിയുള്ളൊരു കുഞ്ഞു യാത്ര. ആ യാത്രയ്ക്കൊരു സന്തോഷമുണ്ട്. കൂടെ ഉള്ളതും പ്രിയപ്പെട്ടവർ, കാണാൻ പോകുന്നതും പ്രിയപ്പെട്ടവർ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടേണ്ട വികാരം എന്താണെന്നറിയാമോ? വിശപ്പാണ്. വൈകിട്ട് ജോലിയിൽ നിന്നും നേരിട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തുടർന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി ഒരു ചെറിയ ചായയും ഒരു ചെറിയ സ്നാക്സും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വഴികളിലൂടെയാണ്. കാരണം ഹൈവേ തന്നെ, പക്ഷെ അധികം തിരക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് നെഞ്ചി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ടെൻഷനൊന്നും ഇല്ല, അധികം വണ്ടിയൊന്നും ഇല്ല റോഡിൽ. അപ്പം നമ്മളിടയ്ക്ക് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. അപ്പോൾ അതേപോലെ തന്നെ വണ്ടിക്ക് എണ്ണ അടിക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് എണ്ണ അടിക്കാൻ വേണ്ടി കയറി. സൈൻ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞങ്ങൾ പോകുന്നത് ഖൽബയ്ക്കാണ്. A view that looks beautiful during the day often appears even more stunning at night, as the darkness and lights enhance its charm and make it shine more brightly. സത്യമല്ലേ? പകലിപ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതേ കാഴ്ച രാത്രി കാണുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വെട്ടവും വെളിച്ചമൊക്കെ ആ കാഴ്ചയെ കുറച്ചും കൂടെ മനോഹരമാക്കി മാറ്റാറുണ്ട്. അതേപോലെയാണ് ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വഴിയിലും ഞങ്ങൾ കാണുന്ന കാഴ്ചകൾ. ലൈറ്റ്സും അതിൻ്റെ ഓരോ ഡെക്കറേഷനും കുറച്ചും കൂടെ ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി പോകുന്ന വഴികൾ കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള വഴികൾ യു എയിലുണ്ടെന്ന് ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ നീട്ടുന്ന കൈകളുടെ കരുത്ത് നോക്കാറില്ലാരും. കർമ്മബന്ധം കൊണ്ട് രക്തബന്ധത്തിന് ഒപ്പമെത്തുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ ചില സൗഹൃദങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഖൽബയിലേക്ക്. അപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. മാർട്ടിൻ ഫാമിലി, ലിജോ ഫാമിലി, ലിയോൺ ഫാമിലി, അജയേട്ടൻ ഫാമിലി, പിന്നെ നവീനും. ഏറ്റവും ലാസ്റ്റ് എത്തിയത് ഞങ്ങളാണ്. കാരണം എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായി. അതല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഏറ്റവും ലാസ്റ്റ് എത്തുന്നത് ഞങ്ങളായിരിക്കും. നമ്മുടെ ലോജിക്കൽ ആർമി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലേ, നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനും ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ബാടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോയി ഒരു 5 മിനിറ്റ് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീ മൈൻഡ് ഉണ്ടല്ലോ. അതേപോലെയാണ് നമ്മൾ ആഴ്ചയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം എല്ലാ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് ഒത്തുകൂടി ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് മക്കളുടെ കളിയൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിലാക്സേഷൻ, ആ ഒരു ഫീൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ താമസിക്കാനെടുത്ത വില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 മുറി, ഒരു വലിയ ഹോള്, കിച്ചൺ, പിന്നെ ഫുഡ് കിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പുമായിട്ടും വരണം. രാത്രിയിലാണെങ്കിൽ ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു കാണാൻ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടാൻ പറ്റിയൊരു വൈബുള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു നമ്മളുടെ അടുത്ത് ആ ഒരു വില്ല. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കാണ്. കാരണം എല്ലാവരും ഓരോ ഫ്ലാറ്റിലായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. പരസ്പരം ആരെയും കാണാതെ അച്ഛനെ അമ്മയെയൊക്കെ കണ്ടിട്ട് കളിക്കാൻ കുറേ ആൾക്കാരെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്ത് കളിക്കണം, എവിടുന്ന് തുടങ്ങണമെന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും. അവരുടെ ഫേസിൽ ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു ലൈഫിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടല്ലേ, അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ചൈൽഡ്ഹുഡ്. ടൈം ടേബിളൊക്കെ നോക്കാനുള്ള മടി കാരണമേ എല്ലാ ദിവസവും എല്ലാ ബുക്കും സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. നമുക്കൊരിക്കലും ആ ബാല്യകാലം തിരിച്ചു കിട്ടത്തില്ലല്ലോ. നമ്മളെ മക്കളെയൊക്കെ കാണുമ്പോൾ അവരിപ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഘട്ടത്തിൽ കൂടെ. ഗുഡ് ഫ്രണ്ട്സ്, ഗുഡ് ഫുഡ്, ഗുഡ് ടൈം. അതെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാണ്. ഫ്രഷായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കയ്യിലേക്ക് ഫുഡ് എടുത്ത് തന്നു. എന്താണെന്നല്ലേ, ഗ്രിൽഡ് ചിക്കൻ,
സാലഡ്, അമ്മൂസ്, മയനൈസ്, പിന്നെ ഗ്രിൽ ഫിഷ്. എല്ലാ ദിവസവും പെണ്ണുങ്ങളാണ് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഞങ്ങളുടെ കെട്ടിയവന്മാരാണ് ഫുഡ് ഉണ്ടാക്കിയത്. എപ്പോഴും പറയുന്ന ക്ലീഷേ ഡയലോഗ് പോലെ ഫുഡ് അടിപൊളിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ കെട്ടിയവന്മാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. സപ്പോർട്ടൊന്നും ചെയ്യല്ല. അവർ അവരുടെ കഴിവ് മാക്സിമം പുറത്തെടുത്ത് ഫുഡ് നന്നായിട്ടുണ്ടായി, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. കോൺ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായി, ബ്രൊക്കോലി, പൊട്ടേറ്റോ, പിന്നെ ആവോലി പൊള്ളിച്ചത്, എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡും കഴിച്ച് എല്ലാവരെയും കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നതല്ലല്ലോ, എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കണ്ടേ. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ രാത്രിയുടെ ഒരു കലാശക്കൊട്ടെന്ന് തന്നെ പറയാം. ലിജോ പാട്ട് പാടുന്നു, എൻ്റെ കെട്ടിയവും പാട്ട് പാടുന്നു, അജയേട്ടൻ പാടുന്നു, എല്ലാവരും പാട്ട് പാടുന്നു. ചിരി നമ്മുടെ ആയുസ് കൂട്ടുമെന്നാണ് വലിയ വലിയ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഉറപ്പായിട്ട് എല്ലാവരുടെ ആയുസ് കൂടിയിട്ടുണ്ടാവും. അതുപോലെ ചിരിയായിരുന്നു. ചിരിച്ച് 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 വയറുവേദന എടുത്തു ശരിക്കും അന്ന്. പാട്ടും ഡാൻസും ബഹളവും പിന്നെ ചില ചില ചാലഞ്ചസും അതെല്ലാം ആയിട്ട് ആ ഒരു ദിവസം വളരെ ഭംഗിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ മനസ്സിൽ ഒരു ടെൻഷനും ഇല്ല. ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ടാണ് പോയത്. കാരണം ഓഫീസിലിരിക്കുമ്പോൾ പോലും എങ്ങനെ നേരത്തെ ഇറങ്ങി ഇവിടെ എത്താം എന്നുള്ളൊരു ചിന്തയായിരുന്നു. വളരെ ഒരു ഹാപ്പി മൂഡായിരുന്നു ഇന്നത്തെ ദിവസം ഓഫീസിൽ പോലും. കാരണം വർക്കിൻ്റെ യാതൊരു ടെൻഷനും ഇല്ല. കാരണം ഇവിടേക്ക് വരാം, ഇവിടെ ഉള്ളവരെ കാണാം, ഇവരുമായിട്ട് കൂടാം, ഇവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ. പിന്നെ ദൈവത്തിനോടുള്ള നന്ദി, ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കി തന്നതിന്. കാരണം ഈ ഒരു രാത്രി നമ്മൾ തീരുവോളം നമ്മളെല്ലാവരും സംസാരിച്ചിരിക്കുമ്പോഴും ഈ ഒരു ദിവസം നമുക്ക് ഇത്ര ഹാപ്പി മൊമെൻറ്റ്സിൽ എല്ലാവരോടും കൂടാനും ആർക്കും ഒരു ആപത്തും കൂടാതെ എല്ലാവരും ഒത്തുചേരാനും പറ്റിയത് മുകളിലിരിക്കുന്നവൻ്റെ വലിയൊരു കാരുണ്യം കൊണ്ട് തന്നെ മാത്രമാണ്. അപ്പം രാത്രിയായി, ആകാശത്ത് അമ്പിളിമാമൻ വന്നു. അപ്പം എല്ലാവരും ഉറങ്ങാൻ പോയി. ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത് ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.